ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. 2024-25 അധ്യയന വർഷത്തേക്കുള്ള LBSന്റെ വിവിധ പാരാമെഡിക്കൽ അതേപോലെ തന്നെ നേഴ്സിംഗ് ഉൾപ്പെടെയുള്ള കോഴ്സുകളോട്ട് അഡ്മിഷൻ തയ്യാറെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റ്സുകളാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. പ്രധാനമായിട്ടും നിലവിൽ LBSന്റെ അതായത് ഓൾറെഡി റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികൾ ഓപ്ഷൻസ് അത് ചൂസ് ചെയ്യുന്ന സമയമാണ്. അതേപോലെ തന്നെ വിദ്യാർത്ഥികളുടെ അതായത് ട്രയൽ അലോട്ട്മെന്റ്, മെയിൻ അലോട്ട്മെന്റ്, അതുമായി ബന്ധപ്പെട്ട അഡ്മിഷൻ സംബന്ധമായ ഓരോ ഘട്ടങ്ങളും കൃത്യമായിട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് വിദ്യാർത്ഥികൾ അഡ്മിഷൻ സംബന്ധമായ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഓരോ സ്റ്റെപ്പിലോട്ട് നിങ്ങൾ നീങ്ങുക. ഇപ്പൊ എന്തായാലും വിശദമായിട്ട് പോകുന്നതിന് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ചാനലിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുവാൻ, ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് നോക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്താം. ഇപ്പോൾ നിലവിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്കറിയാം പ്ലസ് ടുവിന് ശേഷം ഒരുപാട് മേഖലകൾ വിദ്യാർത്ഥികൾക്കുണ്ട്. അതായത് സ്വാഭാവികമായിട്ടും പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥിയാണെങ്കിൽ, സയൻസ് മേഖല ചൂസ് ചെയ്ത വിദ്യാർത്ഥിയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഒരുപാട് വിദ്യാർത്ഥികൾ ഡിഗ്രി മേഖലയോട്ട് പോകുന്നുണ്ട്. അതേപോലെ ഡിഗ്രി കൂടാതെ പല വിദ്യാർത്ഥികൾ മെഡിക്കൽ മേഖല, അതേപോലെ തന്നെ സ്വാഭാവികമായിട്ടും ടീച്ചിങ് മേഖല ഉൾപ്പെടെ ഒരുപാട് വിവിധ സാധ്യതകളുടെ കോഴ്സിലൂടെ വിദ്യാർത്ഥികൾ പോകുന്നുണ്ട്. അപ്പൊ എന്തായാലും മെഡിക്കൽ മേഖലയിലോട്ട് നോക്കുകയാണെങ്കിൽ, നേരത്തെ MBBS പോലെയുള്ള അതായത് മെഡിക്കൽ മേഖല അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് നോക്കുകയാണെങ്കിൽ ഒരുപാട് സാധ്യതയുള്ള ഒരു മേഖല തന്നെയാണ് മെഡിക്കൽ മേഖലയിൽ ഈ ഒരു പാരാമെഡിക്കൽ വിഭാഗം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ പാരാമെഡിക്കൽ കോഴ്സിന് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അത്രയും, കാരണം നിങ്ങൾ പ്ലസ് ടുവിന് ശേഷം നിങ്ങൾ ചൂസ് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കോഴ്സുകളാണ് പാരാമെഡിക്കൽ കോഴ്സുകളുള്ളത്. കാരണം നിലവിൽ എളുപ്പത്തിൽ സ്വാഭാവികമായി നമ്മൾ ഏതെങ്കിലും ഒരു കോഴ്സ് പഠിച്ചിറങ്ങി ജോലി സാധ്യതയില്ലാതെ അത്രയും അതായത് ഒരു ജോലി കിട്ടണമെങ്കിൽ അത്രയും കോമ്പറ്റീഷൻ നടക്കുന്ന മേഖല ആയതുകൊണ്ട് തന്നെ പാരാമെഡിക്കൽ മേഖല നോക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് എടുത്ത് പറയുകയാണെങ്കിൽ അത്രയും പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ ഒരുപാട് തൊഴിൽ സാധ്യതകളുള്ള ഇന്നത്തെ കാലഘട്ടത്തിൽ മെഡിക്കൽ മേഖല എന്ന് പറയുമ്പോൾ പാരാമെഡിക്കൽ വിഭാഗത്തിലേക്ക് ഒരുപാട് സാധ്യതകൾ, ഇനി അതേപോലെ നേഴ്സിംഗ് നോക്കുകയാണെങ്കിൽ അതിനേക്കാളും സാധ്യതകളുള്ള ഒരു മേഖല തന്നെയാണ് ഈ പറയുന്ന LBSന്റെ കോഴ്സുകളൊക്കെ. അതുകൊണ്ട് തന്നെ അഡ്മിഷന് മുന്നോടിയായിട്ട് പല വിദ്യാർത്ഥികൾ പല കോഴ്സുകളും ഓൾറെഡി അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. അത്തരത്തിൽ വിദ്യാർത്ഥികൾക്കൊക്കെ LBSന്റെ ഒരു കോഴ്സ് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോൾ എടുത്ത കോഴ്സുകൾ നിങ്ങൾക്ക് TC ഉൾപ്പെടെയുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് വാങ്ങിയിട്ട് നിങ്ങൾക്ക് ഈ കോഴ്സിൽ ചേരുവാൻ സാധിക്കുന്നതാണ്. അപ്പൊ അത്രയും ഒരു സാധ്യതയുള്ള ഒരു കോഴ്സ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായ രീതിയിൽ ഈ ഒരു കോഴ്സ് പഠിച്ചിറങ്ങിയാൽ നിങ്ങൾ കാത്തിരിക്കുന്നത് സുവർണാവസരം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അത് ആമുഖമായിട്ട് വിദ്യാർത്ഥികൾ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞെന്ന് മാത്രം. ഇനി നമുക്ക് LBSന്റെ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ഇപ്പൊ നിലവിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, LBSന്റെ ഭാഗത്ത് നിന്ന് നേരത്തെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ ഓരോ വിദ്യാർത്ഥിക്കും നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് നേരത്തെ തന്നെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പ്ലസ് ടുവിന്റെ മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ടാണ് മാർക്ക് ലിസ്റ്റ്, അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങളുടെ മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ട് റാങ്ക് ലിസ്റ്റ് നിങ്ങൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഇനി അടുത്തത് നിങ്ങൾ ഓപ്ഷൻസ് ചൂസ് ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ഓഗസ്റ്റ് 15-ാം തീയതി വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻ നൽകുന്ന സമയമുണ്ട്. അപ്പോൾ ഓപ്ഷൻ നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഇഷ്ടപ്പെട്ട കോഴ്സ് ഏതാണോ ആ കോഴ്സ്, നിങ്ങൾ ഇഷ്ടപ്പെട്ട കോളേജ് ഏതാണോ അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അതേപോലെ ഇപ്പോൾ നിങ്ങൾ ഓപ്ഷൻ നൽകുന്ന സമയത്ത് നിങ്ങൾ പ്രൊഫൈൽ ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ അതായത് LBSന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്ന് പ്രൊഫൈൽ ലോഗിൻ ചെയ്തുകൊണ്ട് ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യുന്ന ആ ഒരു ലിങ്ക് വഴി നിങ്ങൾ കയറി കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി ആ ഓപ്ഷൻ നൽകുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യം, ഓൾറെഡി നൽകി കഴിഞ്ഞവരൊക്കെ ഓക്കെ ക്ലിയർ ആയി. ഇനിയും നൽകാൻ ബാക്കി ശ്രദ്ധിക്കേണ്ട കാര്യം, കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കോളേജും അതേപോലെ തന്നെ കോഴ്സും അതിലുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. കാരണം പിന്നീട് നിങ്ങൾക്ക് ഒരു ഘട്ടത്തിൽ പോലും ഏതെങ്കിലും ഒരു കോളേജ് നിങ്ങൾക്ക് അഡീഷൻ കൊടുക്കണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോഴ്സ് അഡീഷൻ കൊടുക്കണം എന്ന് വിചാരിച്ചാൽ നടക്കില്ല. അതുകൊണ്ട് നിങ്ങൾ അഡ്മിഷൻ സംബന്ധമായിട്ട് നിങ്ങൾ കിട്ടിയാൽ പോകുമെന്ന് താല്പര്യമുള്ള എല്ലാ കോളേജുകളും നിങ്ങൾക്ക് ഈ സമയത്ത് കൃത്യമായിട്ട് 1 by 1 ആയിട്ട് കൊടുക്കണം. ഇനി ഒന്നാമത്തെ ഓപ്ഷൻ കൊടുക്കുമ്പോൾ 1, 2, 3 നിങ്ങൾ കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ ഏറ്റവും നമ്പർ 1 ആയിട്ട് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കോളേജ് ഓർ കോഴ്സാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം അലോട്ട്മെന്റ് വിളിക്കുമ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും നിങ്ങൾക്ക് ആദ്യം കിട്ടിയ ഓപ്ഷൻ നിങ്ങൾക്ക് ഒരിക്കലും അതായത് നിങ്ങൾക്ക് പിന്നോട്ട് പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ആദ്യത്തെ എല്ലാ ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് പ്രയോറിറ്റി അനുസരിച്ച് തന്നെ നിങ്ങൾ നിർബന്ധമായിട്ട് കൊടുത്തിരിക്കണം. അപ്പൊ അത് ഇനിയും കൊടുക്കാൻ ബാക്കിയുള്ളവർ ആ രീതിയിൽ കൃത്യമായിട്ട് ഒരു എഴുതി തയ്യാറാക്കി നിങ്ങൾ ഏത് കോളേജാണ് കൊടുക്കുന്നത് ആ കോളേജ് കോഴ്സൊക്കെ നിങ്ങൾ 1 by 1 ഓർഡർ ആയിട്ട് നിങ്ങൾ എഴുതി വെക്കുക. ഇതിന്റെ പരമാവധി കിട്ടിയാൽ പോകുമെന്ന് താല്പര്യമുള്ളതൊക്കെ നിങ്ങൾ എന്താക്കുക, ജസ്റ്റ് നിങ്ങൾ കൊടുത്തിടുക. ഇതാണ് നിങ്ങൾ ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇനി ഓപ്ഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒന്നാമത്തെ അലോട്ട്മെന്റ്, അതായത് ശ്രദ്ധിക്കുക ട്രയൽ അലോട്ട്മെന്റ്, നിങ്ങൾ ഏകദേശം നിങ്ങൾ കൊടുത്ത ഓപ്ഷൻസ് അനുസരിച്ചുള്ള ഒരു ട്രയൽ റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്ക് 16-ാം തീയതി തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ട്രയൽ അലോട്ട്മെന്റ് സമയത്ത് നിങ്ങൾക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നിങ്ങൾ കൊടുത്ത ഓപ്ഷൻസ് പ്രകാരം നിങ്ങളുടെ സാധ്യത നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് മാത്രം. നിങ്ങൾക്ക് ഏതെങ്കിലും കോളേജിൽ ഇന്നേ കോളേജിൽ അഡ്മിഷൻ ലഭിക്കുമെന്നൊരു സൂചന മാത്രമാണ്. അതൊരിക്കലും നിങ്ങളുടെ ഫൈനൽ അഡ്മിഷൻ അലോട്ട്മെന്റ് അല്ല. അപ്പോൾ ഫൈനൽ അഡ്മിഷൻ അലോട്ട്മെന്റ് നിങ്ങൾ ശ്രദ്ധിക്കുക, 3 അലോട്ട്മെന്റ് ഉണ്ടാവും. ഫസ്റ്റ് അലോട്ട്മെന്റ്, സെക്കൻഡ് അലോട്ട്മെന്റ്, തേർഡ് അലോട്ട്മെന്റ്.
അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ടോക്കൺ ഫീ, അതായത് നേരത്തെ ഡിഗ്രിയുടെ നിങ്ങൾ ഓൾറെഡി നിങ്ങൾ കൊടുത്തിട്ടുണ്ട്, മാൻഡേറ്ററി ഫീ ആയിട്ട് നിങ്ങൾ ഒരു യൂണിവേഴ്സിറ്റി ഫീസ് കൊടുത്തിട്ടുണ്ട്, അതേ രീതിയിൽ നിങ്ങൾ LBSന് നിങ്ങളൊരു ഫീസ് കൊടുക്കണം ടോക്കൺ ഫീ ആയിട്ട്. അത് നിർബന്ധമായിട്ടും ഏത് ഓപ്ഷൻ ലഭിച്ചാലും നിങ്ങൾ നിർബന്ധമായിട്ടും ഒന്നാമത്തെ അലോട്ട്മെന്റ് എവിടെയെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ടോക്കൺ ഫീ അടക്കണം. ഇനി ഏതെങ്കിലും വിദ്യാർത്ഥി ടോക്കൺ ഫീ അടച്ചില്ലെങ്കിൽ തീർച്ചയായും ആ വിദ്യാർത്ഥി സെക്കൻഡ് അലോട്ട്മെന്റിന് പുറത്തു പോകുന്നതായിരിക്കും. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നീട് ആ വിദ്യാർത്ഥിക്ക് അഡ്മിഷൻ തിരിച്ചു വരണമെങ്കിൽ എല്ലാ അലോട്ട്മെന്റും കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു സപ്ലിമെന്ററി അലോട്ട്മെന്റ് ഉണ്ടാകുമ്പോൾ വേക്കൻസി ഉണ്ടെങ്കിൽ മാത്രമാണ് അഡ്മിഷൻ ലഭിക്കുക. അതുകൊണ്ട് കൃത്യമായിട്ട് ഒന്നാമത്തെ അലോട്ട്മെന്റ് 16-ാം തീയതിക്ക് ശേഷം വിദ്യാർത്ഥികൾക്ക് ഉടൻ തന്നെ പ്രതീക്ഷിക്കാം. കാരണം ഏകദേശം ഒട്ടുമിക്ക പ്രൊസീജിയർ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സ്പീഡിൽ തന്നെ LBSന്റെ ഈ വർഷത്തെ അഡ്മിഷൻ സ്പീഡാകും. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ക്ലാസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തുടങ്ങുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും വളരെ സ്പീഡിൽ തന്നെ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഓഗസ്റ്റ് 16-ാം തീയതി ഈ ട്രയൽ അലോട്ട്മെന്റ് സ്വീകരിക്കുന്നു. വിദ്യാർത്ഥികൾക്ക് ആവശ്യമാണെങ്കിൽ എഡിറ്റ് ഓപ്ഷൻസ് ഉൾപ്പെടെയുള്ള കാര്യം ഒരുപക്ഷെ ആ സമയത്ത് തരും. അത് എഡിറ്റ് ഓപ്ഷൻ എന്ന് വെച്ചാൽ ശ്രദ്ധിക്കുക, പുതുതായിട്ട് ഒരു കോളേജോ കോഴ്സോ ഏഡ് ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾ ഇപ്പോൾ കൊടുത്ത കോളേജോ കോഴ്സ് ജസ്റ്റ് റീ അറേഞ്ച്മെന്റ്, നിങ്ങൾ ഒന്നാമത് കൊടുത്ത കോളേജ് വേണമെങ്കിൽ രണ്ടാമതാക്കാം, അഞ്ചാമത് കൊടുത്ത കോളേജ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നാമതാക്കാം. ആ രീതിയിൽ ജസ്റ്റ് അറേഞ്ച്മെന്റ്, റീ അറേഞ്ച്മെന്റ് മാത്രമാണ് നിങ്ങൾക്ക് എഡിറ്റ് ഓപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഒരിക്കലും പുതുതായിട്ട് നിങ്ങൾ കോളേജ് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ താല്പര്യമുള്ള ആഗ്രഹിക്കുന്ന എല്ലാ ഓപ്ഷൻസും നിങ്ങൾ കൃത്യമായിട്ട് ഓർഡർ പ്രകാരം കൊടുത്തിടുക. ഇനി അതേപോലെ ആദ്യത്തെ 3 അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് 3 അലോട്ട്മെന്റ് എവിടെയും കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് വീണ്ടും LBSന്റെ ഭാഗത്ത് നിന്ന് സപ്ലിമെന്ററി അലോട്ട്മെന്റ് അല്ലെങ്കിൽ സ്പോട്ട് അഡ്മിഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് LBSന്റെ ഇനി ഇങ്ങോട്ടുള്ള ഓരോ അപ്ഡേറ്റ്സും കൃത്യമായ വിദ്യാർത്ഥി നമ്മുടെ ചാനൽ തന്നെ അറിയിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെന്റിലും സെക്കൻഡ് അലോട്ട്മെന്റും തേർഡ് അലോട്ട്മെന്റിലും നിങ്ങൾ ജസ്റ്റ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കിട്ടിക്കഴിഞ്ഞാൽ ജസ്റ്റ് ടോക്കൺ ഫീ മാത്രം അടക്കുക. 3ാമത്തെ അലോട്ട്മെന്റ് ശേഷമാണ് വിദ്യാർത്ഥികൾ കോളേജിൽ പോയിട്ട് നേരിട്ട് പോയിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ട ആവശ്യമുള്ളൂ. ആ സമയത്ത് നിങ്ങൾ കോളേജിന്റെ ഫീസ്, അതേപോലെ തന്നെ അതായത് LBS ഫീസ്, അതേപോലെ തന്നെ നിങ്ങളുടെ എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ 3ാമത്തെ അലോട്ട്മെന്റ് ശേഷം നിങ്ങൾക്ക് കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ട ആവശ്യമുള്ളൂ. അതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽ ഒക്കെ നിങ്ങൾക്ക് 3ാമത്തെ അലോട്ട്മെന്റ് സമയത്ത് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെന്റും സെക്കൻഡ് അലോട്ട്മെന്റും എവിടെയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ജസ്റ്റ് ടോക്കൺ ഫീ അടക്കുക മാത്രമാണ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇന്ന് ഫസ്റ്റ് അലോട്ട്മെന്റിൽ വിദ്യാർത്ഥി സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് 4ാമത്തെ ഓപ്ഷനാണ് ലഭിച്ചതെങ്കിൽ ആ 4ാമത്തെ ഓപ്ഷൻ തന്നെ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ 1, 2, 3 നിങ്ങൾക്ക് വേണ്ട എങ്കിൽ ഫസ്റ്റ് അലോട്ട്മെന്റ് നിങ്ങൾക്ക് എഡിറ്റ് ഓപ്ഷൻസ് വഴി നിങ്ങൾ 1, 2, 3 ഓപ്ഷൻ നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ 4ാമത്തെ ലഭിച്ച കോളേജ് നിങ്ങൾ അഡ്മിഷൻ കൺഫേം ആയി. ഇനി എല്ലാ 4ാമത്തെ ഓപ്ഷൻ നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെന്റ് വെയിറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് അലോട്ട്മെന്റ് നിങ്ങൾക്ക് 3ാമത്തെ കോളേജ് വീണ്ടും ലഭിച്ചു. അങ്ങനെയാണെങ്കിൽ ടോക്കൺ ഫീ ഒരു തവണ മാത്രമാണ് അടക്കേണ്ടു. എന്നിട്ട് വീണ്ടും വെയിറ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ 3ാമത്തെ അലോട്ട്മെന്റ് നിങ്ങൾ കൊടുത്ത 1ാമത്തെ ഓപ്ഷൻ തന്നെ ലഭിച്ചുവെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഓരോ ഘട്ടങ്ങളിലും ഒരിക്കൽ കൂടി നിങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ ചാനൽ അറിയിക്കും. അതുകൊണ്ട് തന്നെ LBSന്റെ BSc നഴ്സിംഗ് പാരാമെഡിക്കൽ കോഴ്സ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൃത്യമായിട്ട് അത്രയും തൊഴിൽ സാധ്യതയുള്ള ഒരു കോഴ്സ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ ഗവൺമെന്റ് എയ്ഡ് കോളേജുകൾ 1ാമത്തെ എല്ലാ ഓപ്ഷൻസും ഗവൺമെന്റ് എയ്ഡ് കൊടുക്കുക. സെൽഫ് ഫിനാൻസ് ഒക്കെ കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സെൽഫ് ഫിനാൻസ് കോളേജിലേക്ക് ഓരോ സെമസ്റ്റർ ഫീ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ LBSന്റെ PDF ഉണ്ട്. അപ്പൊ നമ്മളൊരു കോഴ്സ് പഠിക്കാൻ ഇറങ്ങുമ്പോൾ ഈ കോഴ്സിന്റെ ഫീസ് എത്രയാണെന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അതായത് സെൽഫ് ഫിനാൻസ് പഠിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥിയാണ് സെൽഫ് ഫിനാൻസിലായിരിക്കും അഡ്മിഷൻ കിട്ടുക. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന കോഴ്സ് ഫീസ് എനിക്ക് കൊടുക്കാൻ പറ്റുമോ, എന്റെ ഫാമിലിക്ക് കൊടുക്കാൻ പറ്റുമോ, ഇതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അത്തരത്തിൽ എക്കണോമിക്കലി ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഏത് കോഴ്സാണ് നമ്മൾ മനസ്സിലാക്കി വെക്കണം. അങ്ങനെയുള്ള എല്ലാ സാധ്യതകൾക്ക് മനസ്സിലാക്കിയ ശേഷം മാത്രം നിങ്ങൾ അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള ഫൈനൽ ഡിസിഷൻ നിങ്ങൾ എടുക്കുക. അപ്പൊ എന്തായാലും വിദ്യാർത്ഥി സംബന്ധിച്ചിടത്തോളം വളരെ സാധ്യതയുള്ള ഒരു മേഖല ആയതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ കൃത്യമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നത്. അപ്പൊ നല്ല രീതിയിൽ ഏത് കോഴ്സ് കഴിഞ്ഞാലും നല്ല രീതിയിൽ കഴിഞ്ഞാൽ അതിന് സാധ്യതകൾ ഒരുപാടുണ്ട്. ഇനിയല്ല നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ജസ്റ്റ് ഒരു കോഴ്സ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിന്റെ സാധ്യത വളരെ കുറവായിരിക്കും. അതുകൊണ്ട് ഏറ്റവും മികച്ച രീതിയിൽ ഏറ്റവും നല്ല രീതിയിൽ നിങ്ങളുടെ സമയം നിങ്ങൾ എടുത്തുകൊണ്ട് കോഴ്സ് ചെയ്യുക. അപ്പൊ എല്ലാ വിദ്യാർത്ഥികളും ആഗ്രഹിക്കുന്ന ഒരു കോഴ്സ് തന്നെ നിങ്ങൾക്ക് LBSന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് LBSന്റെ ഭാഗത്തു നിന്നുള്ള ഓരോ ഘട്ടത്തിലും അപ്ഡേറ്റ് കൃത്യമായിട്ട് വിദ്യാർത്ഥികൾ നമ്മുടെ ചാനൽ അറിയിക്കും. ചാനൽ നിങ്ങൾ കൃത്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ബെല്ലൈക്കൺ എനാബിൾ ചെയ്ത് ഫോളോ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഉറപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു എഡ്യൂക്കേഷൻ അപ്ഡേറ്റ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും തൽക്കാലം വിടാം. It's me, Sawad Alicheri. Thank you for watching this video.